2001 ഡൽഹിയിലെ ജനങ്ങൾ രാത്രി ഉറക്കമില്ലാതെ കിടന്നിരുന്നു. ആകാശത്തിൽ നിന്ന് ചാടുന്ന ഒരു അർദ്ധ മനുഷ്യൻ, ചുവപ്പ് കണ്ണുകളോടെ ആക്രമിക്കാൻ വരുന്ന ഒരു അന്യജീവി, നഗരത്തെ മുഴുവൻ ഭീതിയിലാക്കി മാറ്റിയ മങ്കി മാൻ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെ നിന്നാണ് മങ്കി മാൻ വന്നത്? ഈ സംഭവം യഥാർത്ഥമാണോ അതോ ഒരു കൂട്ടഭ്രമമോ? ഇന്ത്യയുടെ ഏറ്റവും വിചിത്രമായ കഥകളിൽ ഒന്നായ ഈ സംഭവത്തിന്റെ യഥാർത്ഥ കഥയിലേക്ക് നമുക്കൊന്ന് കയറിയിറങ്ങാം. ലോകത്തെല്ലായിടത്തും നമ്മൾ കേൾക്കുന്ന ചില ഭീതിയോട് കൂടിയ കഥകളുണ്ട്. ഇത്തരത്തിലുള്ള കഥകളെ നമ്മൾ നഗര ഇതിഹാസങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. ഇവയിലെ മിക്കതും ഒറ്റയ്ക്ക് രാത്രിയിൽ നടക്കരുത്, അപരിചിതരോട് സംസാരിക്കരുത് എന്നുള്ളത് പോലുള്ള ഉപദേശങ്ങൾ പറയുന്നതിനുള്ളതാണ്. നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ അത്തരം കഥകൾ നാം ഓരോരുത്തരും കേട്ടിട്ടുണ്ടാവാം. പക്ഷേ ചിലപ്പോൾ ഈ കഥകൾ ആളുകൾ തീർച്ചയായും വിശ്വസിക്കാൻ തുടങ്ങുന്നു. ചിലരെ അത്രത്തോളം കഥകൾ ഭയത്തിലാഴ്ത്തും. ആ ഭയം കാരണം ചിലർക്ക് ജീവൻ പോലും നഷ്ടമാവും. 2001 ഇന്ത്യയിൽ സംഭവിച്ചത് അതാണ്. ഡൽഹിയിലെ നൂറുകണക്കിന് ആളുകൾ ഒരു വിചിത്രവും ഭയാനകവുമായ ജീവിയെ റിപ്പോർട്ട് ചെയ്തു. അവർ അതിനെ ഡൽഹിയിലെ കുരങ്ങൻ മനുഷ്യൻ എന്ന് വിളിച്ചു. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിൽ ഒന്നാണ്. 2001 14 ദശലക്ഷത്തിലധികം ആളുകൾ അവിടെ താമസിച്ചിരുന്നു. വലിയ അപ്പാർട്ട്മെന്റുകൾ, ചെറിയ വീടുകൾ, വലിയ ചേരികൾ എന്നിവയെല്ലാം ഒരുമിച്ച് തിങ്ങി നിറഞ്ഞ നഗരമായിരുന്നു അത്. പലർക്കും ജീവിതം ദുഷ്കരമായിരുന്നു. ജോലികൾ കുറവായിരുന്നു. ശുദ്ധജലം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭിക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നു. മലിനീകരണം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. വാഹനങ്ങളിൽ നിന്നുള്ള കട്ടിയുള്ള പുകയും മാലിന്യ കൂമ്പാരവും വായുവിൽ നിറഞ്ഞു. വൈദ്യുതി മുടക്കം സാധാരണമായിരുന്നു, പ്രത്യേകിച്ച് ദരിദ്ര പ്രദേശങ്ങളിൽ. ആളുകൾക്ക് മണിക്കൂറോളം ഇരുട്ടിൽ കഴിയേണ്ടി വന്നു. ഈ പോരാട്ടത്തിനിടയിൽ ആളുകൾ ഒരു വിചിത്ര ജീവിയെ കണ്ടതായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ചിലർ അത് ഏകദേശം 4 മുതൽ 8 അടി വരെ ഉയരമുള്ളതാണെന്ന് പറഞ്ഞു. അത് ഒരു കുരങ്ങനെ പോലെ കാണപ്പെട്ടു, പക്ഷേ ഭയാനകമായിരുന്നു. ഇരുണ്ട രോമങ്ങൾ കൊണ്ട് പൊതിഞ്ഞതും തിളങ്ങുന്ന ചുവന്ന കണ്ണുള്ളതും രാത്രിയിൽ മൂർച്ചയുള്ള പല്ലുകളോ ആയുധങ്ങളോ ഉപയോഗിച്ച് ഈ ജീവി ആക്രമിക്കാറുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. കുറച്ച് ആളുകൾക്ക് പരിക്കേറ്റു. മറ്റുള്ളവർ ഭയന്ന് മേൽക്കൂരകളിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു മരിക്കുന്നു. ഭയം പെട്ടെന്ന് പടർന്നു. പ്രത്യേകിച്ച് രാത്രിയിൽ ആർക്കും സുരക്ഷിതത്വം തോന്നിയില്ല. ഈ ജീവി എന്തായിരിക്കുമെന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങി. പഴയ ഇന്ത്യൻ ഇതിഹാസങ്ങളുമായി ഇതിന് ബന്ധമുണ്ടാകാമെന്ന് ചിലർ പറഞ്ഞു. രാക്ഷസനെയോ വെറ്റാലയെയോ പോലുള്ള പ്രേതസമാന ജീവികളെയും രാക്ഷസന്മാരെയും കുറിച്ചുള്ള നിരവധി കഥകൾ ഇന്ത്യയിലുണ്ട്. മറ്റുള്ളവർ മങ്കിമാനെ ക്രിപ്റ്റിഡുകളുമായി താരതമ്യം ചെയ്തു. വനങ്ങളിലും പർവ്വതങ്ങളിലും വസിക്കുന്നതായി പറയപ്പെടുന്ന നിഗൂഢ ജീവികളാണവ. പക്ഷേ ഇത് യഥാർത്ഥമായിരുന്നോ അതോ ഭയം ആളുകളുടെ മനസ്സിനെ കീഴടക്കുകയായിരുന്നോ? ഇതിനെല്ലാം ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താം. नहीं, हमने देखा नहीं उससे अंदाजा ये करा, जब दिखाई नहीं पड़ रहा तो जमीनी से तो नोच रहा है, इतना छोटा है वो अंधेरे में शिकार करता है. ഡൽഹിയിലെ ഒരു ഭീകരമായ ഉഷ്ണതരംഗത്തിനിടയിലാണ് കുരങ്ങൻ മനുഷ്യനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ആരംഭിച്ചത്. താപനില പലപ്പോഴും 40 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിരുന്നു. ഇടയ്ക്കിടെ വൈദ്യുതി മുടങ്ങുന്നതിനാൽ പലർക്കും തണുപ്പിക്കാൻ ഫാനുകൾ പോലും ഉപയോഗിക്കാൻ കഴിയാതെ വന്നു. വീടിനുള്ളിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ആളുകൾ പുറത്ത് മേൽക്കൂരകളിലോ ബാൽക്കണിയിലോ ടെറസുകളിലോ ഉറങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ ഭയാനകമായത്. 2001 ഏപ്രിൽ 5 അനിൽ ഗോപാൽ എന്ന ഫാക്ടറി തൊഴിലാളി തന്റെ ടെറസിൽ ഉറങ്ങുകയായിരുന്നു. ചേരിയിലെ തന്റെ ചെറിയ വീട്ടിൽ താങ്ങാനാവാത്തത്ര ചൂടായിരുന്നു. ഏകദേശം പുലർച്ചെ 1 മണിയോടെ അയാൾ ഉറങ്ങിപ്പോയി. എന്നാൽ പുലർച്ചെ 2 മണിയോടെ അയാൾ പെട്ടെന്ന് ഉണർന്നു. ഇരുട്ടായിരുന്നു, അയാൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ആരോ അല്ലെങ്കിൽ എന്തോ തന്റെ അടുത്ത് നിൽക്കുന്നതായി തോന്നിയതായി അയാൾ പറയുന്നു. രാത്രിയിൽ ഒരു കുരങ്ങൻ പോലുള്ള രൂപം അപ്രത്യക്ഷമാകുന്നത് മാത്രമാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. അടുത്ത 2 ആഴ്ചത്തേക്ക് എല്ലാം നിശബ്ദമായിരുന്നു. എന്നാൽ ഏപ്രിൽ 18 മറ്റൊരു റിപ്പോർട്ട് വന്നു. ഡൽഹിയിൽ ഒരു രാത്രിയിൽ വിനോദ് എന്നയാൾ തന്റെ മേൽക്കൂരയിൽ ഉറങ്ങുമ്പോൾ പുലർച്ചെ 3:15 ഉണർന്നു. ഒരു വലിയ വിചിത്ര ജീവി അദ്ദേഹത്തെ ആക്രമിച്ചു. അയാൾക്ക് അത് നന്നായി കാണാൻ കഴിഞ്ഞില്ല, പക്ഷെ അതിന്റെ മുരളൽ ശബ്ദം അയാൾ കേട്ടു. കൂടാതെ അദ്ദേഹത്തിന്റെ മുഖത്തും കഴുത്തിലും ആ ജീവി ഇടിക്കുകയുണ്ടായി. ആക്രമണം ഏതാനും നിമിഷങ്ങൾ മാത്രമേ നീണ്ടുനിന്നുള്ളൂ. പിന്നീട് ആ ജീവി ഇരുട്ടിലേക്ക് അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. ആ മനുഷ്യൻ പോലീസിനെ വിളിച്ച് മനുഷ്യനല്ലാത്ത ശക്തമായ എന്തോ ഒന്ന് തന്നെ ആക്രമിച്ചതായി പറഞ്ഞു. താമസിയാതെ ആ ആഴ്ച ഏകദേശം 20 പേർക്ക് സമാനമായ ആക്രമണങ്ങൾ ഉണ്ടായതായി പോലീസിന് റിപ്പോർട്ടുകൾ കിട്ടി. മിക്കവരും രാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കുകയോ പുറത്ത് മേൽക്കൂരകളിൽ ഉറങ്ങുകയോ ആയിരുന്ന സമയങ്ങളിലാണ് ആക്രമണം നേരിട്ടത്. പലരുടെയും കൈകളിലും മുഖങ്ങളിലും കഴുത്തിലും ആഴത്തിലുള്ള പോറലുകളും മുറിവുകളും ഉണ്ടായിരുന്നു. ആക്രമിച്ചതിന് ശേഷം ആ ജീവി എപ്പോഴും പെട്ടെന്ന് അപ്രത്യക്ഷമായി.
ആക്രമണകാരിയെ പകുതി കുരങ്ങനും പകുതി മനുഷ്യനുമായുള്ള ഒരു ജീവിയായി വിശേഷിപ്പിച്ചുകൊണ്ട് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ ഒഴുകാൻ തുടങ്ങി. ഒരു കുരങ്ങൻ മനുഷ്യൻ, ബ്ലാക്ക് മങ്കി. കാലം കടന്നുപോയപ്പോൾ കൂടുതൽ ആളുകൾ ആ വിചിത്ര ജീവിയെ കണ്ടു തുടങ്ങിയതായി പറഞ്ഞു. പോലീസ് അത് ഗൗരവമായി എടുക്കുകയും രാത്രിയിൽ തെരുവുകൾ നിരീക്ഷിക്കാൻ നിരവധി ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തു. ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഡ്രോയിങ്ങുകളും പങ്കിട്ടു. എന്നാൽ കഥകൾ പൊരുത്തപ്പെട്ടില്ല. കാരണം ആ ജീവി വസ്ത്രങ്ങളോ ലോഹ ഹെൽമറ്റോ ധരിച്ചിരുന്നുവെന്ന് ചിലർ പറഞ്ഞു. തലയിൽ തിളങ്ങുന്ന വളയമുണ്ടെന്നും അല്ലെങ്കിൽ വളരെ ദൂരം ചാടാൻ കഴിയുമെന്നും മറ്റുള്ളവർ പറഞ്ഞു. രോമങ്ങൾക്ക് പകരം തൂവലുകൾ ഉണ്ടെന്നും ചിലർ പറഞ്ഞു. ഒരാൾ ആ ജീവിക്ക് പറക്കാമെന്നോ റോളർ സ്കേറ്റ് ഉപയോഗിക്കാമെന്നോ പോലും പറഞ്ഞു. ചേരികളിലെ ആളുകൾ വളരെ ഭയന്നിരുന്നു. ചിലർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഭയന്നു പോയതിനാൽ ഒരാൾ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു. ഈ വാർത്ത ആളുകളെ കൂടുതൽ ഭയപ്പെടുത്താൻ തുടങ്ങി. ചെറുപ്പക്കാർ വടികളും മഴവുമായി തെരുവുകളിൽ നടക്കാൻ തുടങ്ങി. ചിലപ്പോൾ അവർ തെറ്റായ ആളുകളെ അബദ്ധത്തിൽ ഉപദ്രവിച്ചു തുടങ്ങി. ചൂടും വൈദ്യുതി തടസ്സവും കാരണം പലരും എല്ലാ രാത്രിയും പുറത്തുറങ്ങി. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ആക്രമണങ്ങൾ നടന്നത്. ചിലപ്പോൾ ഒരു ദിവസത്തിൽ പലതവണ. ഒരു പെൺകുട്ടി ഉണർന്നപ്പോൾ കാലിൽ രോമമുള്ള ഒരു കൈ കണ്ടു. അവളുടെ അമ്മ ഒരു ചൂലുമായി ഓടിച്ചെന്ന് അവളെ സംരക്ഷിക്കാൻ ജീവിയെ അടിച്ചു. ആ ജീവി ആ യുവതിയെ തട്ടിക്കൊണ്ടുപോയി ഇങ്ങനെയുള്ള വ്യാജ കഥകളും പ്രചരിക്കാൻ തുടങ്ങി. 2001 മെയ് 14 പ്രാദേശിക പത്രങ്ങളാണ് മങ്കിമാൻ എന്ന സംഭവത്തെക്കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം മങ്കിമാൻ കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. മുഖ്യധാര പത്രങ്ങളും വാർത്താ ചാനലുകളും ഇത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അടുത്ത 2 ആഴ്ചക്കുള്ളിൽ പ്രധാന വാർത്താ ചാനലുകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി ഇത് മാറി. എല്ലാവരും വളരെ ഭയപ്പെട്ടു. എല്ലാ രാത്രിയും അവർ ജീവിയെ ഭയപ്പെട്ടു. എല്ലാ ദിവസവും അവർ കൂടുതൽ ആക്രമണങ്ങളെയും പരിക്കുകളെയും കുറിച്ച് കേട്ടു തുടങ്ങി. ഒരു ദുഃഖകരമായ കഥ 27 വയസ്സുള്ള ഗർഭിണിയായ സുമനയെക്കുറിച്ചായിരുന്നു. ചൂട് കാരണം അവൾക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. ആ സാഹചര്യത്തിൽ അവൾ ടെറസിൽ ഉറങ്ങുകയുണ്ടായി. ഒരു രാത്രി ആ ജീവി അടുത്തുണ്ടെന്ന് അയൽക്കാർ നിലവിളിച്ചു. അവർ ഓടിപ്പോകാൻ ശ്രമിച്ചു. പക്ഷേ പടിക്കെട്ടിൽ നിന്ന് താഴേക്ക് വീണു. പിന്നീട് അവൾ ആശുപത്രിയിൽ വെച്ച് മരിക്കുകയാണുണ്ടായത്. ഗുരുതരമായ പരിക്കുകളോടെ മറ്റൊരാളും മരിക്കുകയുണ്ടായി. ആ ജീവിയെക്കുറിച്ച് കൂടുതൽ കണ്ടെത്താൻ പോലീസിന് സഹായകമായി അയാളുടെ മരണം. ജോയിന്റ് പോലീസ് കമ്മീഷണർ സുരേഷ് റോയ് ആളുകൾക്കുണ്ടായ പരിക്കുകളെക്കുറിച്ച് ഡോക്ടർമാരുമായി സംസാരിച്ചു. പല മുറിവുകളും കടിയേറ്റ പാടുകൾ പോലെയായിരുന്നു. പക്ഷേ അവയ്ക്ക് കാരണമായത് ഏത് മൃഗമാണെന്ന് ഡോക്ടർമാർക്ക് കൃത്യമായി പറയാൻ കഴിഞ്ഞില്ല. പോലീസ് ഡൽഹി മൃഗശാലയിൽ പരിശോധന നടത്തി മൃഗങ്ങളെ ഒന്നും കാണാതായിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചു. അതായത് അക്രമി നഗരത്തിനകത്തോ സമീപ വനങ്ങളിലോ താമസിച്ചിരുന്നു എന്നാണ്. ഇരയുടെ ശരീരം ഭക്ഷിച്ചിട്ടില്ലാത്തതിനാൽ അക്രമി ഭക്ഷണത്തിനായുള്ള വേട്ടയല്ലെന്ന് അവർ നിഗമനത്തിലെത്തി. ഡൽഹിയിൽ 3 ആഴ്ചക്കിടെ മങ്കിമാനെക്കുറിച്ച് ഏകദേശം 350 റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആരും വ്യക്തമായ ഫോട്ടോ എടുക്കുകയോ ജീവിയെ പിടിക്കുകയോ ചെയ്തില്ല. ആളുകൾ അതിനെ പല വിധത്തിൽ വിവരിക്കാൻ തുടങ്ങി. അത് യഥാർത്ഥത്തിൽ എന്താണെന്നോ അത് നിലവിലുണ്ടോ എന്നോ അറിയാൻ പ്രയാസമാകുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ. മങ്കിമാൻ എന്ന വ്യക്തിയെ കണ്ടാൽ ആക്രമിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വടികളും ആയുധങ്ങളുമായി ഒരു കൂട്ടം ആളുകൾ പെട്രോളിംഗ് സംഘങ്ങൾ രൂപീകരിക്കാൻ തുടങ്ങി. ഈ ജാഗ്രതാ സംഘങ്ങളിലെ ഭ്രാന്ത് വളരെ തീവ്രമായിരുന്നു. അവർ ക്രമരഹിതരും നിരപരാധികളുമായ ആളുകളെ ആക്രമിക്കാൻ തുടങ്ങി. ഒരു സംഭവത്തിൽ 150 പേരടങ്ങുന്ന ഒരു സംഘം മങ്കിമാൻ എന്ന് സംശയിക്കപ്പെടുന്ന ഒരാളെ ആക്രമിച്ചു. അയാൾ നിരപരാധിയാണെന്ന് പിന്നീട് കണ്ടെത്തി. മറ്റൊരു സംഭവത്തിൽ ഡൽഹിയിലെ ഒരു വാൻ ഡ്രൈവറെ പുലർച്ചെ ഒരു ജാഗ്രതാ സംഘം ആക്രമിച്ചു. അദ്ദേഹത്തിന്റെ നിരവധി എല്ലുകൾ ഒടിയുകയുണ്ടായി. വടക്ക് കിഴക്കൻ ഡൽഹിയിൽ രഘുനാഥ് പഥക് എന്ന വ്യക്തിയെ സ്വന്തം സഹോദരൻ ആക്രമിച്ചു. സ്ഥിതി കൂടുതൽ വഷളായതോടെ പോലീസ് ഇടപെടേണ്ടി വന്നു. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? മങ്കിമാൻ എന്ന വ്യക്തിയെക്കുറിച്ച് അവർക്ക് ശരിയായ വിവരണം ഉണ്ടായിരുന്നില്ല. ഇരകളുമായി സംസാരിക്കാനും അവരുടെ വിവരണങ്ങളെ അടിസ്ഥാനമാക്കി ഒരു രേഖാചിത്രം തയ്യാറാക്കാനും ഡൽഹി പോലീസ് തീരുമാനിച്ചു. 2 രേഖാചിത്രങ്ങൾ തയ്യാറാക്കി പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവർ അത് അവതരിപ്പിച്ചു. പോലീസ് പറയുന്നതനുസരിച്ച് ഒരു രേഖാചിത്രത്തിൽ അയാൾക്ക് വലിയ മൂക്കുള്ള വിശാലമായ മുഖമുണ്ടായിരുന്നു. മറ്റേതിൽ അയാൾക്ക് മീശയുള്ള ഇടുങ്ങിയ മുഖവും സൺഗ്ലാസും ഉണ്ടായിരുന്നു. പോലീസിന്റെ അഭിപ്രായത്തിൽ മങ്കിമാൻ കുരങ്ങനേക്കാൾ മനുഷ്യനായി കാണപ്പെട്ടു. സംഭവങ്ങൾ വർദ്ധിച്ചതോടെ ഡൽഹി പോലീസ് രാത്രിയിൽ മങ്കിമാൻ ഹോട്ട്സ്പോട്ടുകളിൽ 3000-ലധികം ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു തുടങ്ങി. കൂടുതൽ പരിഭ്രാന്തി ഉണ്ടാകാതിരിക്കാൻ അവർ ഈ പ്രദേശങ്ങളിൽ തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണവും ഉറപ്പാക്കി. ഈ ശ്രമങ്ങൾക്കിടയിലും ആക്രമണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തുടർന്നു. ഡൽഹിയിലെ ചേരികളിലെ ഇരുണ്ട ഭാഗങ്ങളിൽ ഒരു വിചിത്ര ആക്രമണകാരി ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് ചിലർ വിശ്വസിക്കുന്നു. അത് ഒരു വികൃത വ്യക്തിയോ ഒരു വലിയ കുരങ്ങോ ഒരു ഭൂതമോ മറ്റെന്തെങ്കിലുമോ ആയിരിക്കാം. പ്രധാന കാര്യം പലർക്കും എന്തെങ്കിലും പരിക്കേറ്റു. പല പരിക്കുകളും കടിച്ചതുപോലെയായിരുന്നു.
മറ്റുള്ളവർ കരുതുന്നത് അത് വളരെ ഇരുണ്ടതായതിനാൽ ആളുകൾ ആശയക്കുഴപ്പത്തിലാണെന്നാണ്. സാധാരണ കുരങ്ങുകളെയോ മൃഗങ്ങളെയോ അവർ കണ്ടിട്ടുണ്ടാകാം, പക്ഷേ അവ വലുതും ഭയാനകവുമാണെന്ന് അവർ കരുതിയിട്ടുണ്ടാകാം. എന്നാൽ ഇന്ത്യയിലെ കുരങ്ങുകൾ സാധാരണയായി ചെറുതാണ്. ഏറ്റവും വലുതായ ചാരനിറത്തിലുള്ള ലങ്കൂർ ഏകദേശം 2 അടി ഉയരവും 44 പൗണ്ട് ഭാരവുമുള്ളതാണ്. കൂടാതെ പല നാട്ടുകാരും മങ്കിമാൻ അമാനുഷികനാണെന്ന് വിശ്വസിച്ചു. അത് വേഗത്തിൽ ആക്രമിക്കുകയും വേഗത്തിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുവെന്ന് അവർ പറഞ്ഞു. മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള കഥകൾ പോലെ അതിന്റെ രൂപം മാറ്റാനോ അപ്രത്യക്ഷമായി നീങ്ങാനോ കഴിയുന്ന ഒരു ഭൂതമാണിതെന്ന് ചിലർ കരുതി. കുരങ്ങൻ മനുഷ്യൻ ഒരു വ്യക്തിയോ വേഷം മാറിയ ആളുകളുടെ കൂട്ടമോ ആണെന്ന് ഒരു സിദ്ധാന്തമുണ്ട്. അവർക്ക് തന്ത്രങ്ങൾ ഉണ്ടായിരിക്കുകയോ ദുരുദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുകയോ ചെയ്തിരിക്കാം. എന്നിരുന്നാലും ഇത് ഒരു കൂട്ടഭയത്തിന്റെ കേസാണെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ചൂടുള്ള കാലാവസ്ഥ, പവർക്കെട്ട്, മാധ്യമ റിപ്പോർട്ടുകൾ എന്നിവ ആളുകളെ ഭയപ്പെടുത്തിയെന്ന് അവർ പറയുന്നു. ഈ ഭയം നിഴലുകളോ സാധാരണ മൃഗങ്ങളോ പോലുള്ള യഥാർത്ഥത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ആളുകളെ കാണാനോ കേൾപ്പിക്കാനോ പ്രേരിപ്പിച്ചു. റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ആളുകൾ കാണാത്ത ഒന്നിൽ നിന്ന് പേടിച്ച് ഓടിപ്പോയി സ്വയം മുറിവേൽപ്പിക്കുന്നതിനാലാണ് നിരവധി പരുക്കുകൾ സംഭവിച്ചത്. ഉദാഹരണത്തിന്, അയൽക്കാരന്റെ നിലവിളി കേട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു ഗർഭിണി മരിച്ചു. ബാൽക്കണിയിൽ കിടന്നിരുന്ന മറ്റൊരു പുരുഷൻ ആക്രമിക്കപ്പെട്ടു, പക്ഷെ ആക്രമിയെ വ്യക്തമായി കണ്ടില്ല. മുറിവേറ്റ് മരിച്ച ഒരേ ഒരു വ്യക്തിക്ക് തന്നെ ആക്രമിച്ചത് എന്താണെന്ന് മരിക്കുന്നതിന് മുൻപ് പോലീസ് ചോദിച്ചപ്പോൾ വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യയിൽ മൃഗങ്ങളുടെ ആക്രമണം സാധാരണമാണ്. കരടികൾ, പുള്ളിപ്പുലികൾ, കടുവകൾ എന്നിവ എല്ലാ വർഷവും നിരവധി മരണങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ചില ആക്രമണങ്ങൾ സാധാരണ വന്യമൃഗങ്ങളിൽ നിന്നായിരിക്കാം, പക്ഷെ അവ മങ്കിമാൻ കഥകളുമായി കൂട്ടിക്കുഴച്ചതാകാം. മാത്രമല്ല, വാർത്ത പ്രചരിച്ചപ്പോൾ മങ്കിമാനെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് പോലീസ് 50,000 രൂപ പാരിതോഷികം വാഗ്ദാനം ചെയ്തിരുന്നു. ഇത് പലരും മങ്കിമാനെ കണ്ടതായി വിളിച്ച് റിപ്പോർട്ട് ചെയ്യാൻ കാരണമായി. പക്ഷെ പല റിപ്പോർട്ടുകളും വ്യാജമായിരുന്നു. പ്രതിഫല തുക ലഭിക്കാൻ വേണ്ടിയായിരുന്നു അത്. ഇരകളിൽ ഭൂരിഭാഗവും ഏകദേശം 94% നഗരത്തിലെ ഏറ്റവും ദരിദ്ര പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ്. 89% പേർ താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. പിന്നീട് ശ്രദ്ധ നേടാനോ വൈദ്യസഹായം നേടാനോ വേണ്ടി ചിലർ വ്യാജമായി പരിക്കുകൾ ഉണ്ടാക്കിയതായി പോലീസ് കണ്ടെത്തി. മറ്റുള്ളവർ പഴയ പരിക്കുകൾ ഉപയോഗിക്കുകയും അവ മങ്കിമാനിൽ നിന്നുള്ളതാണെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ കേസിൽ കള്ളങ്ങളും നിഗൂഢതകളും ഒളിഞ്ഞിരിക്കുന്നതായി വ്യക്തമായി. 2001 മെയ് 25 ശേഷം സംഭവങ്ങൾ ക്രമേണ കുറഞ്ഞു. വ്യാജ റിപ്പോർട്ടുകൾ നൽകുന്നവർക്കെതിരെ ഡൽഹി പോലീസ് കർശന നടപടിയെടുക്കാൻ തുടങ്ങി. മങ്കിമാനെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതോ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ ആരെയും ജയിലിലടക്കാമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഒരു പൊതു മുന്നറിയിപ്പ് നൽകി. മങ്കിമാനെക്കുറിച്ച് ലഭിച്ച 379 കേസുകളിൽ 303 വ്യാജമാണെന്ന് കണ്ടെത്തി. തെറ്റായി പ്രചരിപ്പിച്ചതിന് നിരവധി പേരെ അറസ്റ്റ് ചെയ്തു. കിഴക്കൻ ഡൽഹിയിൽ നിന്ന് 2 പേരെ അറസ്റ്റ് ചെയ്തു. വടക്ക് കിഴക്കൻ ഡൽഹിയിൽ നിന്നുള്ള ഒരു ഡോക്ടർ സർജിക്കൽ ഗ്ലൗസുകൾ വീർപ്പിച്ച് തവിട്ട് പെയിന്റ് ചെയ്ത് ബാൽക്കണിയിൽ നിന്ന് എറിഞ്ഞു. മങ്കീൻമാൻ കൈ കണ്ടതായി അയൽക്കാരോട് പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ അറസ്റ്റുകൾക്ക് ശേഷം ആളുകൾ ഇക്കാര്യം ഗൗരവമായി എടുക്കാൻ തുടങ്ങി. വ്യാജമായവ പ്രചരിപ്പിച്ചതിനോ തെളിവുകളില്ലാതെ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ചതിനോ പോലീസിന് തങ്ങളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കി തുടങ്ങി. തൽഫലമായി ആളുകൾ നിശബ്ദരായി. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പലപ്പോഴും സംഭവിക്കുന്നത് പോലെ മാധ്യമങ്ങൾക്ക് കഥയിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. ഒടുവിൽ മങ്കീമാൻ സംഭവങ്ങൾ പൂർണ്ണമായി നിലച്ചു തുടങ്ങി. അപ്പോൾ ഏറ്റവും വലിയ ചോദ്യം അവശേഷിക്കുന്നു: മങ്കീമാൻ എന്നതിന്റെ രഹസ്യം എന്തായിരുന്നു? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? 2001 ഡൽഹിയിൽ ഭീകരത പ്രചരിപ്പിച്ച ഈ വ്യക്തി ആരായിരുന്നു? മങ്കീമാൻ കണ്ടതെല്ലാം സത്യമാണെന്ന് പലരും വിശ്വസിച്ചിരുന്നു. എന്നാൽ ഡൽഹിയിലെ ആളുകൾ അത്ര ഭയത്തോടും കോപത്തോടും കൂടി പെരുമാറിയത് സമീപത്ത് ഒരു യഥാർത്ഥ അപകടവും ഇല്ലാതെയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ഇവിടെ ആക്രമണം ഏറ്റത് ഒരാൾക്കല്ല. മനസ്സിലാക്കേണ്ടത് ഗ്രൂപ്പുകൾ പരിഭ്രാന്തരാകുമ്പോൾ അത് ഒരു കാരണവുമില്ലാതെ സംഭവിക്കുന്നില്ല എന്നതാണ്. 2001 ആ മാസങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും അജ്ഞാതമാണ്. അക്കാലത്ത് നഗരത്തിലെ ജീവിതം വളരെ ദുഷ്കരമായിരുന്നു. മിക്ക സംഭവങ്ങളും ചേരികളിലാണ് സംഭവിച്ചത്. അവിടെ ആളുകൾ ദരിദ്രരും ദുർബലരും പലപ്പോഴും ചൂടും മോശവും വായുവും കാരണം രോഗികളുമായിരുന്നു. ഈ കഠിനമായ സാഹചര്യങ്ങൾ കൊണ്ടാണോ ആളുകൾ മങ്കീമാൻ സങ്കല്പിച്ചത്? അതോ തിരക്കേറിയ ചേരികളിൽ ഒളിച്ചു താമസിക്കാനും മോശം കാര്യങ്ങൾ ചെയ്യാനും ആരെങ്കിലും അത് ഉപയോഗിക്കുകയായിരുന്നു? മങ്കീമാൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിന് ഉത്തരം ലഭിക്കില്ല. ഈ നിഗൂഢതയ്ക്ക് നിരവധി ആശയങ്ങളുണ്ട്, പക്ഷെ വ്യക്തമായ വിശദീകരണങ്ങളില്ല. അത് കൂട്ടഭയമോ തമാശകളോ മറ്റെന്തെങ്കിലുമായി തെറ്റിദ്ധരിക്കപ്പെട്ട മൃഗങ്ങളോ അല്ലെങ്കിൽ ഇവയുടെ മിശ്രിതമോ ആകാം. ഭയവും കിംവദന്തികളും എങ്ങനെ പെട്ടെന്ന് ഒരു പ്രശസ്ത നഗര ഇതിഹാസമായി മാറുമെന്ന് ഈ കഥ കാണിക്കുന്നു. മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഈ സംഭവങ്ങളെ മാസ് ഹിസ്റ്റീരിയ അല്ലെങ്കിൽ മാസ് സൈക്കോജനിക് ഇൽനെസ് എന്ന് തരംതിരിക്കാം.
ഒരു കൂട്ടം ആളുകൾ യുക്തിരഹിതമായ പെരുമാറ്റം പ്രകടിപ്പിക്കുകയും യുക്തിരഹിതമായ സംഭവങ്ങളിൽ വിശ്വസിക്കുകയും യുക്തിരഹിതമായ ഭയമോ വികാരങ്ങളോ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണിത്. ഈ മാനസികാവസ്ഥ വളരെ പകർച്ചവ്യാധിയാണ്. ആളുകൾക്കിടയിൽ വേഗത്തിൽ ഇത് പടരും. ന്യൂഡൽഹിയിലെ ഗുരുതേജ് ബഹാദൂർ ആശുപത്രിയിലെ ഡോക്ടർമാരായ ഡോക്ടർ SK വർമ്മയും ഡോക്ടർ DK ശ്രീവാസ്തവയും റിപ്പോർട്ട് ചെയ്യപ്പെട്ട 397 മങ്കിമാൻ ആക്രമണ കേസുകൾ അന്വേഷിച്ചിരുന്നു. ഇതിൽ 51 മാത്രമേ കൂടുതൽ അന്വേഷണമോ വൈദ്യപരിശോധനയോ ആവശ്യമായി വന്നുള്ളൂ. ഈ കേസുകൾ പഠിച്ച ശേഷം മങ്കിമാൻ സംഭവം ഒരു സാധാരണ മാസ് ഹിസ്റ്റീരിയ കേസാണെന്ന് അവർ നിഗമനം ചെയ്തു. 2003 ഇന്ത്യൻ ജേണൽ ഓഫ് മെഡിക്കൽ സയൻസിൽ അവർ അവരുടെ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചു. ചില കേസുകൾ കൂട്ട ആത്മവ്യതയുടെ ഉദാഹരണങ്ങളാണെന്ന് ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ പോലും അവകാശപ്പെട്ടു. ശ്രദ്ധ നേടുന്നതിനോ ടിവിയിൽ പ്രത്യക്ഷപ്പെടുന്നതിനോ വേണ്ടി ചില വ്യക്തികൾ മനഃപൂർവ്വം സ്വയം മുറിവേൽപ്പിച്ചതായും അംഗീകാരം നേടുന്നതിന് മങ്കിമാൻ കഥ ഒരു ഒഴികഴിവായി ഉപയോഗിച്ചതായും അവർ അഭിപ്രായപ്പെട്ടു. പിന്നീട് വർദ്ധിച്ചുവരുന്ന കോളുകൾക്ക് പിന്നിൽ മറ്റൊരു കാരണവുമുണ്ടെന്ന് ഡൽഹി പോലീസ് സംശയിക്കാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ മങ്കിമാൻ ദൃശ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അയൽപ്പക്കങ്ങൾ ഏറ്റവും മോശം പവർക്കെട്ട് അനുഭവിക്കുന്നവരുമായിരുന്നു. പോലീസ് സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനും വൈദ്യുതി ബന്ധം വേഗത്തിൽ പുനഃസ്ഥാപിക്കുന്നതിനുമായി വ്യാജ മങ്കിമാൻ റിപ്പോർട്ടുകൾ വിളിച്ചുവരുത്തി ആളുകൾ സാഹചര്യം ചൂഷണം ചെയ്യുകയാണെന്ന് പോലീസ് സിദ്ധാന്തിച്ചു. മാനസിക സമ്മർദ്ദം, പാരിസ്ഥിതിക പ്രേരണകൾ, സാമൂഹിക സ്വാധീനം, മാധ്യമ സെൻസേഷണലിസം എന്നിവയുടെ മിശ്രിതം എങ്ങനെയാണ് ഒരു പൂർണ്ണമായ കൂട്ട ഹിസ്റ്റീരിയ സൃഷ്ടിക്കുകയും ഇന്ധനമാക്കുകയും ചെയ്യുന്നതെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇപ്പോൾ ഡൽഹിയിൽ 33 ദശലക്ഷത്തിലധികം ആളുകളുണ്ട്. ഇത്രയധികം ആളുകൾ അവിടെ താമസിക്കുന്നതിനാൽ ഒരു വലിയ വിചിത്ര മൃഗത്തിന് വളരെ കാലം ഒളിച്ചിരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സത്യം പറഞ്ഞാൽ കുരങ്ങൻ മനുഷ്യൻ മങ്കിമാൻ യഥാർത്ഥമായിരുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. അത്തരമൊരു ജീവി നിലനിന്നിരുന്നു എന്നതിന് ശക്തമായ തെളിവുകളൊന്നും തന്നെയില്ല. ആളുകളുടെ ഭാവന, ഭയം, മാധ്യമങ്ങളുടെ അതിശയോക്തി എന്നിവയുടെ മിശ്രിതമാണിതെന്ന് തോന്നുന്നു. എല്ലാവരും ഭയപ്പെടുകയും സമ്മർദ്ദത്തിലാകുകയും ചെയ്യുമ്പോൾ ഇതുപോലുള്ള കഥകൾ യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ വലുതായി വളരും. അതിനാൽ മങ്കിമാൻ ഒരുപക്ഷെ ഒരു നഗര ഇതിഹാസം മാത്രമാണ്, ദുഷ്കരമായ സമയങ്ങളിൽ ഭയത്തിന്റെ പ്രതീകം. മിക്ക വിദഗ്ധരും വിശ്വസിക്കുന്നത് അത് മാസ് ഹിസ്റ്റീരിയ ആണെന്നാണ്. ഭയം ഒരു വൈറസ് പോലെ പടരുന്ന ഒരു മാനസിക പ്രതിഭാസം. സെൻസേഷണൽ TV വാർത്തകളും വാമൊഴിയും വഴി നിരവധി കാര്യങ്ങൾ ഇതേക്കുറിച്ച് പ്രചരിക്കപ്പെട്ടു. സമ്മർദ്ദകരമായ ഒരു സമയത്ത് ഭയത്തിന്റെ പ്രതീകമായിരുന്നു ഇതെന്ന് ചിലർ പറയുന്നു. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ. വീഡിയോ അവസാനിപ്പിക്കട്ടെ.